കൊടത്തൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവമാണ് 26-ാം തീയതി നാളെ. എല്ലാ ഭക്തജനങ്ങളെയും കൊടത്തൂർ ശിവരാത്രി മഹോത്സവത്തിലേക്ക് ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യാണ്. ഇപ്രാവശ്യം ആഘോഷ കമ്മിറ്റി വളരെയധികം വിപുലമായ രീതിയിലുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രുദ്രാഭിഷേകമാണ് നമ്മുടെ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് വരുന്നത്. രുദ്രാഭിഷേകം, അതുപോലെ തന്നെ കാലത്ത് ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, പിന്നെ നമ്മുടെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമൊട്ട്. കൊടത്തൂർ അമ്പലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രസാദമൊട്ട്. പ്രസാദമൊട്ടല്ല, ഞങ്ങൾ സദ്യ എന്ന രീതിയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അതുകൂടാതെ 50-ഓളം വനിതകൾ അണിനിൽക്കുന്ന മെഗാ തിരുവാരക്കളിയുണ്ട്. അതുപോലെ തന്നെ 10-20ഓളം വരുന്ന കൈകൊട്ടിക്കളി നടത്തുന്നു. അതിനുശേഷം വൈകുന്നേരം വലിയൊരു ഈ തൃശ്ശൂർ ജില്ലയിൽ പ്രഗത്ഭന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആൽത്തറമേളം, ഗംഭീര ആൽത്തറമേളം, 10-50ഓളം പേര് വരുന്ന ആൽത്തറമേളം. അതിനുശേഷം അത് നമ്മൾ 5 മണിക്ക് തുടങ്ങി ഒരു 7-7:30 വരെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ നാട്ടിലെല്ലാം പഴയന്നൂരത്തെ മൊത്തം കുട്ടികളുടെയും വലിയ ആളുകളുടെയും സ്റ്റേജ് പ്രോഗ്രാമായ ഡാൻസ്, അങ്ങനെയുള്ള കുട്ടികളുടെ പരിപാടിയുണ്ട്. ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും പഴയന്നൂരിലെ നിവാസികളെയും ഞങ്ങൾ ആഘോഷ കമ്മിറ്റി വഴി സാദരം ക്ഷണിക്കുകയാണ്. ശംഭോ മഹാദേവ. കൊടത്തൂർ മഹാശിവക്ഷേത്രം സ്വയംഭൂ ലിംഗം വളരെ പ്രസിദ്ധമാണ്. വളരെ പ്രാധാന്യങ്ങൾ നിറഞ്ഞതാണ്. പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പാർവതി സങ്കല്പം, പാർവതിയുണ്ട്, നന്ദിയില്ലാത്തൊരു ശിവക്ഷേത്രമാണ്. നന്ദിയില്ലാതെ ഭഗവാൻ ഇല്ല എന്നുള്ളതാണ്. ഭഗവാൻ ഇല്ലാണ്ട് നന്ദിയില്ല. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നന്ദിനെ ഒഴിവാക്കിയിട്ട് ഭഗവാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇതുവരെ പിടികിട്ടിയില്ല. ചിലപ്പോൾ അദ്ദേഹം ധ്യാനിക്കാൻ വന്നതായിരിക്കാം. എന്തായാലും ഗായത്രി പുഴയുടെ അടുത്ത് കിഴക്കോട്ട് ദർശനം, വടക്കോട്ട് ഒഴുകുന്ന പുഴ, കാശിക്ക് സമം എന്നാണ് പറയുക. ഐതിഹ്യങ്ങളുണ്ട്. അത് കോടത്തൂരാൻ എന്നുള്ളൊരു വിശ്വാമിത്ര മഹർഷിയുടെ ശിഷ്യൻ, അദ്ദേഹമാണ് വിശ്വാമിത്ര മഹർഷി കാശിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പുഴയോരത്താണ് തങ്ങിയത്. അപ്പം കണ്ട ശിവലിംഗമാണ്. അന്നിങ്ങനെയെല്ലാം അമ്പലം ഉണ്ടായിരിക്കുക, അതറിയില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് സ്വയംഭൂവാണെന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കോടത്തൂരാന് അദ്ദേഹം ഈ ശിവനെ പൂജിക്കാൻ ഇവിടെ നിർത്തിയിട്ടാണ് വിശ്വാമിത്ര മഹർഷി യാത്ര ചെയ്തത്. അതുകൊണ്ടാണ് കോടത്തൂര് എന്ന് പേര് വന്നതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിവിശേഷമാണ്. മഹാശിവരാത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. ഭഗവാന് ഏറ്റവും വിശേഷമായിട്ടുള്ള രുദ്രാഭിഷേകം, 11 ദ്രവ്യങ്ങൾ രുദ്രം ചൊല്ലി, 11 ഉരു രുദ്രം ചൊല്ലി ഭഗവാൻ അഭിഷേകപ്രിയനാണ്. ധാരാളം വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഭഗവാൻ സന്തോഷമാണ്. അദ്ദേഹം സന്തോഷപ്പെടുമ്പോൾ നാട്ടുകാർക്കും അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാവും. ശംഭോ മഹാദേവ.